മറ്റു മത്സരാർത്ഥികളെല്ലാം കുഴപ്പത്തിലാക്കി, റസ്മിനെയും അവരുടെ ടീമിൻ്റെയും ഒക്കെ കുഴപ്പത്തിലാക്കി ജിൻഡോ ഒരു പരാതി കൊടുത്തതായിട്ട് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞത്. ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം ബാക്കിയുള്ളവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്നെ പിടിച്ചു തള്ളി, എൻ്റെ കഴുത്തിന് വേദനയുണ്ട് എന്ന് കാര്യകാരണ ഫഹിതം ജിൻഡോ അവിടെ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പിടിച്ചു തള്ളുന്നത് എന്നൊക്കെ എല്ലാം കാണിച്ചിട്ടും അവിടുത്തെ മറ്റുള്ള മത്സരാർത്ഥികളുടെ ഇടയിൽ ഒരു പുച്ഛസ്വരമാണ്. റസ്മിൻ്റെയൊക്കെ മുഖം കാണുമായിരുന്നു. ജിൻഡോയ്ക്ക് എന്തെങ്കിലും പറ്റി, ജിൻഡോ എന്താ മനുഷ്യനല്ലേ, ജിൻഡോയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ പുച്ഛമാണ്. ജിൻഡോ പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണം. ഇപ്പം ജിൻഡോ ഒരുപക്ഷെ കള്ളം പറഞ്ഞതാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തതാണ്, അത് ഗെയിമിൻ്റെ ഇടയിൽ അത് ഞാൻ പ്രതിരോധിച്ചതാണ്, അങ്ങനെ പിടിച്ചു മാറ്റിയതാണ് എന്നാണ് അർജുൻ പറയാം. അർജുൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പം സംഭവം സത്യം തന്നെയാണ്. അപ്പം ജിൻഡോ പറയുന്നുണ്ട്, അന്നേരം എനിക്ക് വേദനയില്ലായിരുന്നു, ഇപ്പം എനിക്ക് കഴുത്തനക്കാൻ പറ്റാത്തതൊരു വേദനയുണ്ട്. അതൊരു മനുഷ്യനല്ലേ. അപ്പോൾ അതിനിടയിൽ നമ്മളെ ഫിജോയും നമ്മളെ ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞ് ഇരട്ടത്തപ്പിൻ്റെ അങ്ങേയറ്റമാണ്. ജാസ്മിൻ ജിൻഡോയുടെ ടീമിലെ അംഗമാണ്. എന്നിട്ട് ജാസ്മിൻ എടുന്ന് പറയുന്നു അത് നാടകമാണ്, അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നു. ഗബ്രിയോടും നമ്മളെ അർജുനോടും ഫിജോടും ഒക്കെ ചേർന്നിട്ട് പറയുന്നു നാടകമാണെന്ന് ജിൻഡോയുടെ. ഇവിടെയൊക്കെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റുമോ? സ്വന്തം ടീമിലെ അംഗമായി പറയുന്നത്. അപ്പോൾ ഫിജോ പറയുന്നുണ്ട്, നമുക്ക് എന്ത് പറയാൻ പറ്റും, പുള്ളിയുടെ കഴുത്തിന് വേദനയുണ്ട് എന്ന് പുള്ളി പറഞ്ഞപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. കാരണം അവിടം കൊണ്ട് തീർന്നു. ജിൻഡോ പറയുന്നു എനിക്ക് വേദനയുണ്ട്, എൻ്റെ കഴുത്തത്ത് പിടിച്ച് മാറ്റി, ഈ സ്ഥാനത്ത് എനിക്കും തള്ളാമല്ലോ, രണ്ട് കൈ കൊണ്ട് എനിക്കും തള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജിൻഡോ ചോദിക്കുമ്പം അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടു, റസ്മിനൊക്കെ നിന്ന് ഉരുകയാണ്, എന്ത് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവരെല്ലാവരും കൂടെ ജിൻഡോയ്ക്കെതിരെ നിരന്തരം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്ന്. അപ്പം ഇപ്പോൾ അവർ പറയുന്നത് അത് ടാസ്കിനിടയിൽ സംഭവിച്ചതാണ്, അങ്ങനെ പ്രതിരോധിക്കാം, ഡിഫെൻഡ് ചെയ്തതാണ് എന്ന് പറയും. അപ്പം ജിൻഡോ ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് ഡിഫെൻഡല്ല, ജിൻഡോ ചെയ്യുമ്പോൾ ഡിഫെൻഡല്ല. പക്ഷേ ഇവരാരെങ്കിലും ജിൻഡോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫെൻഡാണ്, ഗെയിമിനിടയിൽ സംഭവിച്ചാണ്, അത് ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നു. ഇത് നമ്മളുടെ ജിൻഡോ ഈ കാര്യങ്ങളൊന്നും സാധാരണ ടാസ്കിനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ജിൻഡോ സാധാരണ പറയാറില്ല. പക്ഷേ ജിൻഡോ ഇവിടെ കളിച്ചൊരു മാസ്റ്റർ ഗെയിമുണ്ട്. ആ ഗെയിം എന്ന് പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും പ്രശ്നമില്ല. നാളെ താൻ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നാളെ ഒരു പക്ഷേ ഗെയിമിനിടയിൽ ജിൻഡോ ഇതുപോലെ തന്നെ അറ്റാക്ക് ഉണ്ടാക്കാം. അന്നേരം ഇവർക്കാർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് പിടിച്ചു തള്ളിയതാണെന്ന് ജിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. അതാണ് ജിൻഡോ ഇവിടെ ഗെയിം കളിക്കുന്നത്. ജിൻഡോ മാസ്റ്റർ ഗെയിം എന്ന് വെച്ചാൽ അതിൻ്റെ മൈൻഡ് ഗെയിമിൻ്റെ അങ്ങേയറ്റമാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു പാലം ഇട്ട് വെക്കുകയാണ്. തന്നെ നമ്മുടെ അർജുൻ ഫിസിക്കലായിട്ട് എന്തോ അറ്റാക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ അർജുൻ്റെ വാക്കുകളെന്ന് പറഞ്ഞാൽ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രതിരോധിച്ചതാണ് എന്നുള്ള രീതിയിൽ. അപ്പം നാളെ ജിൻഡോ ഏതെങ്കിലും ചെയ്താലും ഇവർക്ക് മിണ്ടാൻ പറ്റാത്ത ഒരു എന്തോന്നിൽ കൊണ്ടുവന്ന് ഇടുകയാണ് ജിൻഡോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഇവർക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ നാളെ ടാസ്കിൻ്റെ ഭാഗമായി ജിൻഡോയും ഇതുപോലെ ചെയ്തെന്നിരിക്കും. അവിടെ അതുപോലെ തന്നെ ജെന്യൂനായിട്ട് കാണുന്ന ഒരു വ്യക്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻഫിബ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയും. ജിൻഡോട് പറയുന്നുണ്ട്, ചേട്ടനെ പിടിച്ച് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചേട്ടന് തിരിച്ചങ്ങനെ കൊടുക്കണമായിരുന്നു, അന്നേരം തീരുന്നേനെ എന്ന് എടുത്തഴിച്ച മറുപടിയായിട്ട് അഭിഷേക് പറയുന്നുണ്ട്. അങ്ങനെ ചില സ്റ്റാൻഡുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഫായിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫായിയെ പറ്റിയൊക്കെ നമുക്ക് പറയാതിരിക്കുന്നത്. ഞാൻ അങ്ങ് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരിക്കുക, എവിടം വരെ പോകും എന്നറിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുക. കാരണം കാറിലൊക്കെ വെച്ച് ഫീക്കട്ടേൻ്റെ എന്ന രീതിയിൽ പുള്ളി നടത്തുന്ന പരാമർശങ്ങളൊക്കെ എന്തായിരുന്നു. പക്ഷേ ഇപ്പോഴോ ഒരു നനഞ്ഞ പടക്കം പോട്ടെ, ഒരു തിരി പോലും ഇല്ലാത്ത പടക്കം. ഫിജോനെ തീപ്പെട്ടിക്കൊള്ളിയെങ്കിലും ആയിട്ട് വിശേഷിപ്പിക്കാം. ഇതൊരു
തീപ്പെട്ടി പോലും അല്ലാത്ത ഒരവസ്ഥ, ഒരു കൊള്ളി പോലും അല്ലാത്ത അവസ്ഥയിലാണ് ഫായിയുടെ നിൽപ്പ്. ഒരു സ്റ്റാൻഡും ഇല്ല. എന്താ കാണിക്കുന്നത്? ആ സ്ഥാനത്ത് അഭിഷേകിനെയൊക്കെ നമ്മൾ പോയിട്ട് പൂജിക്കണം കേട്ടോ. ഒരു സ്റ്റാൻഡ് നിലപാടെങ്കിലും വ്യക്തമാണ്. ആരുടെയും പക്ഷം നിൽക്കില്ല. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കളിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അഭിഷേക്. അത് ആ കാര്യത്തിൽ എനിക്ക് അഭിഷേകിനോട് ബഹുമാനം തന്നെയാണ്.